ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ. എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് കേന്ദ്രം വ്യക്തമായ ഒരു നിയമം കൊണ്ടുവരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ കൊച്ചു കേരളം ഇതിനെതിരെ എപ്പോഴും വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. അത് കേരളീയരുടെ ഒരു അന്തസ്സാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ബീഫ് വിപ്ലവം അങ്ങ് ജർമ്മനിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ച സംഘപരിവാറിന് ലഭിച്ച തിരിച്ചടിയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ത്യൻ കോൺസുലേറ്റ് ജർമ്മനിയിൽ ഇന്ത്യൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഭവങ്ങൾ അവിടെ വിതരണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേരള സമാജം പ്രവർത്തകർ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് അവരുടെ മെനു പ്രസിദ്ധീകരിച്ചിരുന്നു. ആ മെനുവിൽ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് കണ്ട ഉടൻ തന്നെ ഹാലിളകിയ സംഘപരിവാർ പ്രവർത്തകർ ഉടൻ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ഇന്ത്യൻ കോൺസുലേറ്റ് സംഘപരിവാറിന് അനുകൂലമായ തീരുമാനമെടുക്കുകയും കേരള സമാജം പ്രവർത്തകരോട് അതിൽ നിന്ന് ബീഫിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേരള സമാജം പ്രവർത്തകർ ഒഴിവാക്കുകയും, എന്നാൽ ഇതിൽ പ്രതിഷേധവുമായി എത്തിയ ചില മലയാളികൾ അവിടെയുള്ള പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി സംഘപരിവാറിന്റെ വാദത്തിന് ശക്തമായ തിരിച്ചടി നൽകുകയും ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഇത് ജർമ്മനിയാണ്, ഇവിടെ ബീഫ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് നിങ്ങൾ എതിർപ്പുമായി മുന്നോട്ട് വരരുത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വിമർശനത്തിന് ഇരയാകുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സമീപനമാണ്. എന്നാൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആ തീരുമാനത്തോട് അനുബന്ധിച്ച് കേരളം സമാജം പ്രവർത്തകരിൽ ചിലരെടുത്ത തീരുമാനങ്ങളും വിമർശനത്തിന് ഇരയാകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് പറിച്ചു നടാൻ തീരുമാനിച്ച ബീഫ് വിപ്ലവം 8 നിലയിൽ പൊട്ടിയെന്ന് വേണം പറയാൻ. അതായത് തെരുവിൽ അവിടെയുള്ള മലയാളി യുവാക്കൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. അങ്ങനെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സമീപനവും കേരള സമാജത്തിന്റെ സമീപനവുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള യുവാക്കൾ നടത്തിയ പ്രതിഷേധത്തിന്റെ വീഡിയോവും ആ പോസ്റ്റിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതായത് കേരളം എത്രത്തോളം എതിർത്ത് നിന്നുവോ ആ ഒരു സമീപനം തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ സംഘപരിവാറിന്റെ ഇത്തരം വാദങ്ങളോട് കാണിക്കുന്നുള്ളത്. എന്തായാലും ജർമ്മനിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോയവർ ഇനി അങ്ങോട്ട് പോവില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.